ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം സത്യം പറഞ്ഞാൽ ഒരുപാട് പേരുടെ മനസ്സിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. എപ്പോഴും ഞാൻ പോസിറ്റീവ് ആയിരിക്കണോ? എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കണോ? ഒരു നെഗറ്റീവ് ഫീലിംഗ് പോലും വരാൻ പാടില്ലേ? എങ്കിലല്ലേ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആവുള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യം ചോദിച്ച് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം, ഈ സ്പിരിച്വൽ ജേണിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും ഒരു ഹൈ വൈബിൽ നിൽക്കണം, എപ്പോഴും സന്തോഷം മാത്രമേ പാടുള്ളൂ, സങ്കടമോ ദേഷ്യമോ ഒന്നും നമ്മുടെ മൈൻഡിലേക്ക് വരാനേ പാടില്ല എന്ന്. ഇനി അഥവാ അങ്ങനെ ഒരു ചിന്ത വന്നാൽ തന്നെ എല്ലാം തീർന്നു, ഞാൻ വിചാരിച്ചതൊന്നും ഇനി നടക്കത്തില്ല എന്ന് നമ്മൾ സ്വയം വിഷമിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഈ ചിന്തയെ റിലീസ് ചെയ്യൂ. എപ്പോഴും പോസിറ്റീവായിരിക്കേണ്ട ആവശ്യമില്ല. ഒരു വലിയ നോ തന്നെയാണ് കേട്ടോ അതിനുള്ള ഉത്തരം. സത്യം പറഞ്ഞാൽ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന ആശയം നമ്മൾ നല്ല രീതിയിൽ വളച്ചൊടിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, എപ്പോഴും നല്ല ചിന്തകൾ മാത്രം ചിന്തിക്കണം, എപ്പോഴും ചിരിച്ച മുഖത്തോടെ നടക്കണം, ഒരു ദുഃഖമോ ദേഷ്യമോ മനസ്സിൽ വന്നാൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പരാജയപ്പെട്ടു പോകും എന്നൊക്കെ. അയ്യോ, എനിക്കൊരു നെഗറ്റീവ് ചിന്ത വന്നു പോയല്ലോ, എൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതായി പോകുമോ എന്ന് പേടിക്കുന്നവരുണ്ട്. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ചല്ല, നമ്മൾ ചിന്തിക്കുന്നതിനെയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളെയോ അല്ല യൂണിവേഴ്സ് കണക്കിലെടുക്കുന്നത്. പകരം നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് എന്താണ്, നമ്മൾ എന്തവസ്ഥയിലാണ് ജീവിക്കുന്നത്, അതാണ് പ്രധാനം. ഇത് ഞാൻ പറയുമ്പോൾ ചിലർക്കെങ്കിലും അത്ഭുതമായിട്ട് തോന്നും. അതെങ്ങനെ ശരിയാവും? നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചാലല്ലേ നല്ല കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഒന്നും കൂടി ഒന്ന് വിശദമായിട്ട് പറയാം. നമ്മൾ എന്താണോ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നത്, നമ്മൾ നമ്മളെക്കുറിച്ച് എന്താണോ ധരിക്കുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്. നമ്മുടെ വാക്കുകളോ ചിന്തകളോ അല്ല, അതിന് പിന്നിലുള്ള വികാരം, അതായത് ഫീലിംഗ് ആണ് പ്രധാനം. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കൂ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന നല്ല മനസ്സുള്ള എത്രയോ ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ടും അവർ ആഗ്രഹിച്ചൊരു ജോലി, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച സാമ്പത്തികമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വീട്, ഇതൊന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾക്ക് നല്ല സാമ്പത്തിക ഭദ്രത വേണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അയാൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന്, ഞാൻ ഒരു വലിയ കോടീശ്വരനാണ്, എനിക്കൊരുപാട് പണമുണ്ട്, എൻ്റെ കുടുംബം സന്തോഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ഫീലിംഗ്? എനിക്കൊരുപാട് കടമുണ്ട്, എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത അവസ്ഥയാണ്, എനിക്കാരുമില്ല. ഈ ഫീലിംഗ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തന്നെയാണ് വിളിച്ചു വരുത്തുന്നത്. കാരണം നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നുവോ അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ചിന്തകളോ വാക്കുകളോ അല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഫീലിംഗ് ആണ് ഏറ്റവും പ്രധാനമെന്ന്. ഇനി തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ലോകത്ത് ഒരുപാട് പണമുള്ള വലിയ ബിസിനസ്സുള്ള ഒരുപാട് പേരുണ്ട്. അവരിൽ പലരും ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരാണ്. എന്നിട്ടും അവർക്ക് എങ്ങനെയാണ് അത്രയും വലിയ സാമ്പത്തികപരമായ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കൊരേ സമയം പല അവസ്ഥകളിൽ ഇരിക്കാൻ സാധിക്കും. ഒരാൾക്ക് ദുഃഖിതനായ ഒരാളുടെ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് സമ്പത്തുള്ള ഒരാളുടെ സ്റ്റേറ്റിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഈ അവസ്ഥകളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതായത് ഒരു വ്യക്തിക്ക് ദുഃഖിതനായ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ പോലും സമ്പത്ത് എന്ന മാനസികാവസ്ഥയെ സ്വീകരിക്കാൻ കഴിയും. ഇത് കേവലം രണ്ട് വ്യത്യസ്ത അവസ്ഥകൾ മാത്രമാണ്. ദുഃഖവും ദാരിദ്ര്യവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട ഒരാവശ്യമില്ല. സന്തോഷവും ദാരിദ്ര്യവും കൂട്ടിക്കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരേ സമയം പല മാനസികാവസ്ഥയിലൂടെ കടന്നു പോകാൻ സാധിക്കും. നിങ്ങൾക്കറിയാവോ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയ മൊമെന്റ്സ് വരും.
ദേഷ്യം വരും, സങ്കടം വരും, നിരാശ തോന്നും. ഇങ്ങനെയുള്ള സമയത്ത് പോലും നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലേ? നിങ്ങളുടെ ബില്ലുകൾ കൃത്യമായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ അവസ്ഥകളിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ, ഏതവസ്ഥയുമായിട്ട് നമ്മൾ നമ്മളെ ബന്ധപ്പെടുത്തുന്നുവോ, അതാണ് നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ മനസ്സിന് ഒരേ സമയം ഒന്നിലധികം അവസ്ഥകളിൽ നിൽക്കാൻ കഴിയും. അതായത് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴും നിങ്ങൾക്ക് സാമ്പത്തികമായി സുരക്ഷിതനായ ഒരു വ്യക്തിയാണ് എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ എന്താണോ നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നത് അത് മാത്രമാണ് യാഥാർത്ഥ്യമാകുന്നത്. നിങ്ങൾ ഒരു കാര്യം കേൾക്കണം കേട്ടോ. ഞാൻ നിങ്ങളെ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കാനും വിഷമിച്ചിരിക്കാനും പ്രോത്സാഹിപ്പിക്കുകയല്ല കേട്ടോ. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്കങ്ങനെ സംഭവിക്കും. ചിലപ്പോൾ നമ്മൾ കഠിനമായി സമ്മർദ്ദത്തിലായിരിക്കും, ചിലപ്പോൾ ഒരുപാട് ക്ഷീണിതനായിരിക്കും. പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. ഇതൊരു വലിയ മൈൻഡ് ഗെയിമാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ അയാളോട് പോസിറ്റീവായിട്ടിരിക്കൂ, ചിരിച്ചുകൊണ്ടിരിക്കൂ എന്ന് പറയുമോ? ഇല്ലല്ലോ. കാരണം ഓരോ വികാരങ്ങൾക്കും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ദുഃഖിക്കാനുള്ള സമയത്ത് നമ്മൾ ദുഃഖിക്കും, ദേഷ്യപ്പെടാനുള്ള സമയത്ത് നമ്മൾ ദേഷ്യപ്പെടും. അതിനെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണണം. അതിനു പകരം നമ്മൾ അതിനെ അടക്കി വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് മറ്റൊരു രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിരിക്കണം എന്ന ചിന്തയെ നിങ്ങളുടെ മൈൻഡിൽ നിന്നും മാറ്റുക. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫീലിംഗ് എന്താണെന്ന് തിരിച്ചറിയുക എന്നതാണ്. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫീലിംഗ് എന്താണോ അതിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ജോലി കിട്ടിയാൽ നിങ്ങൾ അനുഭവപ്പെടുന്ന സന്തോഷം എന്തായിരിക്കും? ആ ഫീലിംഗ് എന്തായിരിക്കും? ആ ഫീലിംഗ് നിങ്ങളെ സ്ട്രെസ്ഫുൾ ആയ സമയത്തും ടയേർഡായ സമയത്തും ക്യാരി ചെയ്യാൻ സാധിക്കണം. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇതിനോടകം തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന സത്യത്തിലേക്ക് സറണ്ടർ ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി പെർഫെക്റ്റ് ആയിരിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നെഗറ്റീവ് ചിന്തകളോട് നിങ്ങൾ പൊരുതേണ്ട ആവശ്യമില്ല. അതായത് ഒന്നുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഈ നെഗറ്റീവ് ചിന്തകളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയോ എല്ലാ കാര്യത്തിലും തികഞ്ഞ ഒരു വ്യക്തിയാവാൻ ശ്രമിക്കുകയോ അല്ല ഇവിടെ ചെയ്യേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനോടകം തന്നെ നിങ്ങൾക്ക് സ്വന്തമായി എന്നുള്ള ഒരു സത്യമാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അതിന് പൂർണ്ണമായിട്ടും സ്വയം സമർപ്പിക്കുകയാണ് വേണ്ടത്. ഈ ഒരു തിരിച്ചറിവിൽ നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കാൻ തുടങ്ങിയാൽ ചുറ്റും എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങളുടെ ലോകം മാറാൻ തുടങ്ങും. കാരണം നിങ്ങൾ എന്താണോ ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഞാൻ ഇത്രയും കാര്യം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതൊരു ചെറിയ ടിപ്പല്ല. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ പതിപ്പിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ. ഇത് എനിക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്